വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാവർക്കർമാർ നടത്തുന്ന സമരം തുടങ്ങിയിട്ട് ഇന്ന് ഒരു മാസം തികയുന്നു. സമരം കൂടുതൽ ശക്തമാക്കാനാണ് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. ഈ മാസം 17-ന് സെക്രട്ടേറിയറ്റ് വളഞ്ഞ് സമരം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. വി അരുൺ വിവരങ്ങളുമായി. അരുൺ, നിയമസഭയിൽ നിന്ന് ഈ വിഷയം ഇന്നലെ പാർലമെന്റിന്റെ മുന്നിലേക്ക് അടക്കം എത്തിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരാണോ ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത്, സംസ്ഥാന സർക്കാരാണോ? ഈ തർക്കങ്ങൾക്കിടയിലും ഒരു മാസമായി ഈ കടുത്ത ചൂടിൽ, ഇടയ്ക്ക് പെയ്ത മഴയിലൊക്കെ അവരവിടെ സമരം തുടരുകയാണെന്ന യാഥാർത്ഥ്യം, ഒരു കൂട്ടം സ്ത്രീകൾ അവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നു എന്ന ഒരു വലിയ സത്യമുണ്ട്. ഇങ്ങനെ ഈ തർക്കം തുടർന്നു പോവുകയാണെങ്കിൽ ഇവരെങ്ങനെ മുന്നോട്ട് പോകും? എത്ര കാലം ഈ സമരവുമായി അവർക്ക് മുന്നോട്ട് പോകാനാവും? എന്താണ് ആശമാരുടെ തീരുമാനം? തീർച്ചയായിട്ടും ഇതുവരെ ആർക്കും ഉത്തരമില്ലാത്ത ചോദ്യമാണ് ശ്രീജ ചോദിക്കുന്നത്. കാരണം സമരക്കാർക്ക് സമരം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് മാത്രം പറയുന്നു. അത് എങ്ങനെ തീർക്കുമെന്ന് അവർക്കറിയില്ല. സർക്കാരാകട്ടെ സമരം തീർക്കാൻ ഒരു നടപടിയും എടുക്കുന്നില്ല. കൊല്ലത്ത് വെച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോൾ, ലോക വനിതാ ദിനത്തിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത് സർക്കാരിന് പിടിവാശിയില്ല, ജനാധിപത്യപരമായ എല്ലാ വഴികളും സമരവുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ തയ്യാറാണ്, ചർച്ചയ്ക്ക് തയ്യാറെന്ന് നേരിട്ട് പറയാതെ മന്ത്രി അങ്ങനെ പറഞ്ഞു പോയിരുന്നു. പക്ഷേ അതിനുശേഷവും ഒരു നടപടികളും ഉണ്ടായിട്ടില്ല. പാർലമെന്റിലടക്കം ഈ വിഷയം ഉയർന്നു വരുന്നു. അപ്പോഴും സർക്കാർ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത്, ഇവരുമായി സംസാരിക്കാൻ ആര് തയ്യാറാകുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. സമരത്തിന് മുന്നിൽ സ്ഥാപിത താൽപര്യമുണ്ട് എന്നതാണ് സർക്കാരിന്റെ ഈ പിടിവാശിക്ക് കാരണം. അവിടെ SUCI എന്ന സംഘടനയാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത്. പ്രതിപക്ഷം അത് ഏറ്റെടുക്കുന്നു. അതിനപ്പുറത്തേക്ക് ആശമാരിൽ വലിയൊരു വിഭാഗം ഇപ്പോഴും ജോലിക്കെത്തുന്നുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കൂടി പകരം ആരോഗ്യപ്രവർത്തകർ നിയമിക്കാനും സർക്കാർ തീരുമാനമെടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവരുമായി ചർച്ചയ്ക്ക് ഒരു സാധ്യതയും സർക്കാർ ഇപ്പോൾ വഴി തുറന്നിരുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വലിയൊരു അനിശ്ചിതത്വത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. സമരം എന്ന് തീരുമെന്ന് പറയാൻ സമരക്കാർ കഴിയില്ല. എങ്ങനെ അവർ ഇത് അവസാനിപ്പിക്കുമെന്ന് അറിയില്ല. വിജയം വരെ സമരമെന്ന് പറഞ്ഞുകൊണ്ട് പല സമരങ്ങളും സെക്രട്ടേറിയറ്റ് മുന്നിൽ കണ്ടിട്ടുണ്ട്. അതിന്റെ ഗതിയാകുമോ ഇതെന്ന ആശങ്കയും പൊതുവിൽ ഉയർന്നു വരുന്നു. പക്ഷേ ഒരു തരത്തിലും പിന്മാറില്ലെന്നാണ് അവർ പറയുന്നത്. തിങ്കളാഴ്ച കുറച്ചുകൂടി സമരം ശക്തമാക്കുകയാണ്. സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ടുള്ള സമരം ആശാ പ്രവർത്തകർ ഈ ഒരു മാസം പിന്നിടുമ്പോൾ സെക്രട്ടേറിയറ്റ് വളഞ്ഞുള്ള സമരത്തിനാണ് അവർ തയ്യാറെടുക്കുന്നത്. ഒരുപക്ഷെ അതൊക്കെ വലിയ സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ സമരത്തിന്റെ രൂപം മാറ്റുമെന്നും അവർ പറയുന്നുണ്ട്. ഏതായാലും ആർക്കും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായി ആശാ സമരം എങ്ങനെ അവസാനിപ്പിക്കും, എങ്ങനെ അവസാനിക്കുമെന്നത് ഇപ്പോഴും നിൽക്കുകയാണ്. ശ്രീജ, ശരി. വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് ആശമാരുടെ സമരം ഒരു മാസമാവുകയാണ്. ഇതിനിടയിൽ സെക്രട്ടേറിയറ്റ് വളയുന്നതടക്കമുള്ള ശക്തമായ സമരപരിപാടികളിലേക്ക് കടക്കാനാണ് ഇനി ആശമാർ തീരുമാനിക്കുന്നത്.